നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നിരവധി ആളുകൾ. നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടന്നു. മാലിന്യമുക്ത പൊതു ഇടത്തിന്റെ ഭാഗമായി പാർലം ഗ്രാമപഞ്ചായത്ത് പൂത്രക്കൽ പാടത്ത് ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസ് പാർപ്പക്കടവ് തീർത്തത് മറ്റൊരു പൂവസന്തം. വെങ്ങണിശ്ശേരി ശിവപുരം കോളനിയിൽ ഫ്ലക്സുകൾ മറച്ച കൂരയിൽ അവശനിലയിൽ കഴിഞ്ഞ ഷിനി എന്ന പെൺകുട്ടിക്കും അവരുടെ അച്ഛനും സുമനസുകളുടെ കാരുണ്യത്താൽ പുതിയ വീടൊരുങ്ങി. പാർലം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ രാജ്യസഭാംഗമായ പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച് പണിയുന്ന മാതൃക അങ്കണവാടിയുടെ തറക്കല്ലിടൽ നടന്നു. വാർത്തകൾ വിശദമായി. അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. രാവിലെ നിർമ്മാല്യ ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. പെരുവനംകുട്ടമാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേളം. പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും VIP ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമായി. രാവിലെ 9 മണി മുതൽ പ്രസാദൂട്ടും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. പ്രസാദൂട്ടിന് ഏകദേശം 1/4 ലക്ഷത്തോളം പേരാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷൽ പഞ്ചവാദ്യത്തിനും തിമരയിൽ വൈക്കം ചന്ദ്രന്മാരാറും, മണ്ഡലത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടയ്ക്കയിൽ കടവല്ലൂർ രാജുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പക ഒരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക, നാഗസ്വരം, പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടന്നു.
ജന്മം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഭാരത മണ്ണിൽ ജനിച്ച് വളർന്നതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ജന്മം എന്ന് പറഞ്ഞാൽ പവിത്രം തന്നെയാണ്. നമ്മൾ നോക്കൂ, നമ്മൾ ഉണ്ണിക്കണ്ണന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ യശോദാമ്മ, ഉണ്ണിക്കണ്ണന്റെ വളർത്തമ്മയാണ് യശോദ. അറിയാമല്ലോ എല്ലാവർക്കും? അറിയില്ലേ? നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഉണ്ണിക്കണ്ണന്റെ വളർത്തമ്മയാണ് യശോദ. ആ യശോദയ്ക്ക് അന്നൊന്നും അറിയില്ല. യശോദ കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട് കളിച്ച് വളർന്ന് അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ ആ കുട്ടികളുടെ കഴിക്കാനുള്ള പഴങ്ങളെല്ലാം ശേഖരിച്ചു കൊണ്ടുവരുമ്പോ കൃഷ്ണൻ അത് അവർ കാണാതെ എടുക്കൂത്രേ. അപ്പോ അവർക്കൊരു അസൂയ തോന്നി. കൃഷ്ണനെ 2 അടി കൊള്ളിക്കണം. അങ്ങനെ അവര് പതുക്കെ അമ്മയോട്, അവയായ യശോദോട് പറഞ്ഞു, കണ്ണൻ ഇതേ മണ്ണ് വാരി തിന്നിരിക്കുന്നു. അപ്പോഴോ കണ്ണൻ തിന്നത് എന്താണ്? മണ്ണ്. അതാണ് പറയുന്നത് പുണ്യമാണ് ഈ മണ്ണെന്ന്.
യജ്ഞത്തിന്റെ ഭാഗമായി പാർലം ഗ്രാമപഞ്ചായത്ത് പൂത്രക്കൽ പാടത്തൊരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് റിട്ടയർ SI സുധീറിന്റെ നേതൃത്വത്തിൽ 20 അംഗ ഫ്രണ്ട്സ് പാർപ്പക്കടവ് 17 സെന്റ് സ്ഥലത്ത് 1500 കട ചെണ്ടുമല്ലി കൃഷി ചെയ്ത് നാടിനൊരു മാതൃകയായി. പൂക്കൃഷി വിളവെടുപ്പ് പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാലിനി മുഖ്യാതിഥിയായിരുന്നു. കൂട്ടായ്മയ്ക്ക് എല്ലാ സഹായങ്ങളും കൃഷി ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഈ സംഘത്തിനുണ്ടാകുമെന്ന് കൃഷി ഓഫീസർ ഉറപ്പു നൽകി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, വൈസ് പ്രസിഡന്റായ ആശ മാത്യൂസ്, വാർഡ് മെമ്പേഴ്സ് മിനു മുകേഷ്, രാജി സന്തോഷ് എന്നിവർ സംസാരിച്ചു. വെങ്ങണശ്ശേരി ശിവപുരം കോളനിയിൽ ഫ്ലെക്സുകൾ മറച്ച കൂരയിൽ അവശ്യ നിലയിൽ കഴിഞ്ഞ ഷിനി എന്ന പെൺകുട്ടിക്കും അവരുടെ അച്ഛനും സുമനസ്സുകളുടെ കാരുണ്യത്താൽ പുതിയ വീടൊരുങ്ങി. വെങ്ങണശ്ശേരി ശിവപുരം കോളനിയിലെ ചാരിച്ചിട്ടി വീട്ടിലെ ഷിനിയും അച്ഛൻ ബാവുവും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കും. വിയൂർ ചെറാട്ട് തൃക്കോവിൽ വാര്യത്ത് CV രമേശാണ് 7.5 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ വീട് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമ്മാനമായി നൽകിയത്. വീടിന്റെ താക്കോൽ CC മുകുന്ദൻ MLA ഷിനിക്ക് കൈമാറി. CV രമേശ്, രമേശിന്റെ ഭാര്യയും മുൻ ബാങ്ക് ഉദ്യോഗസ്ഥയുമായ രേഖ, മകളും വിദ്യാർത്ഥിനിയുമായ രേഷ്മ, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, TM സുകുമാരൻ എന്നിവരും ജനപ്രതിനിധികളും ചടങ്ങിന് സാക്ഷിയായി. ചടങ്ങ് തന്നെ പ്രത്യേക സാഹചര്യം ഉണ്ടാക്കുന്ന കാരണം മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ടാണ്. ഞാൻ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വായിച്ചിട്ട് ഞാൻ അത് ചെയ്തെടുത്തൊരു പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ കഴിയുക, സഹായിക്കുന്നതിന് അവസരം നടപടി സ്വീകരിക്കണം മനസ്സിൽ ആലോചിക്കാറുണ്ട്. അപ്പോഴാണ് എന്താ പറയുക നിമിത്തമായി എന്താ പറയുക പ്രാർത്ഥനയുടെ നിമിത്തമായ കുട്ടിയുടെയും അച്ഛൻ്റെയും വലിയൊരു ഇതിൻ്റെ ഫലമായി മാനസികമായ ഇടപെടൽ ഫലമായി നമ്മുടെ രമേശേട്ടൻ എല്ലാം മറന്നു. അത് നല്ല മനസ്സുള്ളവർക്ക് ഇതൊക്കെ തോന്നുള്ളൂ. ഒരു പ്രത്യേകതയുടെ ഈ കാര്യത്തിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല മനസ്സുണ്ടാവണം. ആ നല്ല മനസ്സുള്ള കുടുംബം ആലോചിച്ച് പത്രവാർത്ത കണ്ടപ്പോൾ തന്നെ സഹായിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് വലിയൊരു മാറ്റമാണ് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. ഞാൻ മൂന്നാമത്തെ എന്ന് കയറി പറയാനുള്ള കാരണം ഇതുപോലെ നമ്മുടെ വലപ്പാട് തിരുവഞ്ചേരി കോളനി എന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ അത് നഗർന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ കോളനി എന്നുള്ള പേരൊക്കെ പഴയ കാലത്തെ ആൾക്കാരെ കളിയാക്കി വിളിച്ചിരുന്നതാണ്. അത് മാറ്റി ഇപ്പോൾ ഈ പ്രദേശത്തിന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു നഗരമായിട്ട് പ്രഖ്യാപിക്കാനാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അപ്പോൾ വീടുകളൊക്കെ ഒരുപാട് പണിത് വരുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് വരുമ്പോൾ സ്ഥലമൊക്കെ മാറി വരുമ്പോൾ വീടുകൾ കിട്ടാനും കൊടുക്കാനുള്ള ചില സന്മനസ് പൂർണ്ണമായി പലർക്കും ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനൊരു നിമിത്തം കയറി വന്നപ്പോൾ തന്നെ വലിയൊരു ഭാഗ്യമാണ് ലഭിച്ചത് തന്നെ. ഇത് 15 വീട് 16ാമത്തെ വീടാണ് ഇപ്പോൾ ഞാൻ കൈമാറുന്നത്. പട്ടയം കിട്ടിയ രേഖകൾ ഇല്ലാത്തതിനാൽ വൈദ്യുതി ലഭിക്കാത്തതിനാൽ കാറ്റോ വെളിച്ചമോ എത്താത്ത കുടിലായിരുന്നു രോഗിയായ അച്ഛനും മകളും താമസിച്ചിരുന്നത്. ഷിനിയെ പ്രസവിച്ച ഉടനെ അമ്മ ഷീല മരിച്ചു. ശേഷം അച്ഛന്റെ തണലിലാണ് മകൾ വളർന്നത്. അപസ്മാരം മൂലം ചെറുപ്പം മുതൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ദീർഘകാലം ചികിത്സിച്ചു. പണിക്ക് പോകാൻ പറ്റാതായതോടെ ബാബുവിന് മകളെ ചികിത്സിക്കാൻ പറ്റാതായി. കുറച്ചുനേരം നിന്നാൽ ഷിനി തലകറങ്ങി വീഴും. കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബു പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച ഫ്ലെക്സും പഴയ സാരികളും കമ്പുകളും ഉപയോഗിച്ചാണ് കുടിൽ കെട്ടിയത്. മഴയും വെയിലുമേറ്റ കുടിലിന്റെ അവസ്ഥ കൂടുതൽ ദയനീയമായി. കൂലിപ്പണിക്കാരനായ ബാബുവിന് ജോലിക്ക് പോകുന്ന നേരം മകളെ ഓർത്ത് ഉള്ളിൽ തീയാണ്. പട്ടയം കിട്ടിയ ഭൂമിയുടെ രേഖകൾ ബാബുവിന്റെ കയ്യിലില്ല. അതിനായി പോകാത്ത ഓഫീസുകളും കാണാത്ത ആളുകളുമില്ല. രേഖ കാണുന്നില്ല എന്ന മറുപടിയായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾക്ക്. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് നാട്ടുകാരൻ കൂടിയായ രമേശ് നേരിട്ട് വീട്ടിലെത്തി ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള സന്നദ്ധത അറിയിച്ചു. ജില്ലാ കൃഷി ഓഫീസിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറായി 2 കൊല്ലം മുമ്പ് വിരമിച്ച രമേശ് നിലവിൽ ഇസ്രായേൽ കമ്പനിയുടെ സംസ്ഥാനതല കൺസൾട്ടന്റാണ്. മാസങ്ങൾക്കുള്ളിൽ വീടിന്റെ പണി തീർത്തു. സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ 1.68 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഇത് ഷിനിക്ക് കൈമാറുമെന്ന് സഹായ സമിതി പറഞ്ഞു. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളുടെ ഒരു ഇതാണ് എൻ്റെ ഇതിലെ പ്രവർത്തനത്തിൽ ഞാൻ എപ്പോഴും മുന്നോട്ട് കാണുന്നത്. അത് അത്തരം ബുദ്ധിമുട്ടുകൾ ആർക്കും ഉണ്ടാവരുത് എന്നുള്ളൊരു മനസ്സിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കുടുംബങ്ങൾക്ക് ആവശ്യത അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 31 വർഷം സർക്കാർ സർവീസിൽ ജോലി ചെയ്താണ്. അതിൽ നിന്ന് കിട്ടിയുന്ന ശമ്പളത്തിൻ്റെ ഇത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും ഇതിനു മുമ്പ് 2019 പ്രളയത്തിൽ പൂർണ്ണമായിട്ടും വീട് തകർന്നു പോയ മറ്റൊരു കുടുംബത്തിന് ഒരു വീട് ഞങ്ങൾ ദിലീപിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുകൊടുത്തു. ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത
ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്കത് ആയി മനസ്സിൽ കൊണ്ടു. അന്ന് തന്നെ തീരുമാനിച്ച് നമ്മളന്ന് തന്നെ അതിനൊരു പരിഹാരം മഴയ്ക്ക് മുമ്പ് വീട് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അതിന് വേണ്ട സഹായങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു തരികയും ഇന്ന് ഈ ശുഭമുഹൂർത്തത്തിൽ അഷ്ടമി രോഹിണി ദിനത്തിൽ നമുക്ക് ഈ വീടിൻ്റെ താക്കോല് ഈ പാവപ്പെട്ട കുട്ടിക്ക് നൽകുന്നതിനും നമുക്ക് സാധിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിലെ 61 നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണത്തിന് കേരളത്തിലെ രാജ്യസഭാംഗമായ പി സന്തോഷ് കുമാർ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ച് പണിയുന്ന മാതൃക അങ്കണവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം തർക്കടലിൽ നടത്തിക്കൊണ്ട് പി സന്തോഷ് കുമാർ MP നിർവഹിച്ചു. നാട്ടിക MLA ശ്രീ CC മുകുന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശ്രീ PB ഷാദൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ ഒക്കെ ഒരു മുൻകൈയിലാണ് ഇത്തരമൊരു കാര്യത്തിന് ഞാൻ മുന്നിട്ടിറങ്ങിയത്. സ്വാഭാവികമായിട്ടും അതൊരു ജനപ്രതിനിധി നമ്മളെ നിലയിൽ ചെയ്യുന്ന ഞാനത് വളരെ വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നില്ല. എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റലാണ് ഞങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതുപോലൊരു നാട്ടിൽ നിർവഹിക്കാൻ സാധിച്ചു എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ചേനം പ്രദേശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടെ നടന്ന വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ഇവരും മുഖാന്തരം ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ ബഹുമാനനായ MLA സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെറിയ മക്കൾക്ക് പഠിക്കുന്നതിനും വളരുന്നതിനും ഒക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പൊക്കെ ഒരു നല്ല അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടിയാണ് അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപകമായി അംഗനവാടികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ 23 അംഗനവാടികളുടെ കാര്യം പറഞ്ഞു. എല്ലായിടത്തും നമുക്ക് അംഗനവാടികളുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു വലിയ സമ്പത്താണ്. പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെ ഇതിനൊക്കെ കെട്ടിടമുണ്ടാക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പലപ്പോഴും സാധിക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ്. MP ആകുന്നതിനൊക്കെ മുമ്പും. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, പാർലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, CDPO ശ്രീവിദ്യ S മാരാർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വത്സല ഭാസ്കരൻ, PB ഷാജൻ, രജനി ഹരിഹരൻ, അമ്പിളി പ്രദീപ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സുഭാഷ് മാരാത്ത, TG വിനയൻ, AG ജ്യോതി ബസു, KC സലാവുദ്ദീൻ, TM മജീദ്, PC രാമാനന്ദ്, വാർഡ് മെമ്പർ സുബിത സുഭാഷ്, ICDS സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അങ്കണവാടിക്ക് വേണ്ടി സൗജന്യമായി സ്ഥലം അനുവദിച്ച ശാരദ കുഞ്ഞിക്കുട്ടൻ പണിക്കാശ്ശേരിയെയും ചന്ദ്ര ടീച്ചറെയും വിമല പാറക്കാട്ടുവളപ്പിനെയും 1976 മുതൽ അങ്കണവാടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ സിദ്ധാർത്ഥൻ പണിക്കാശ്ശേരി, തങ്കമണി പുഷ്പാകരൻ, ഇന്ദിരാ ഗംഗാധരൻ, സരോജിനി പണിക്കാശ്ശേരി, പത്മിനി കാട്ടിപ്പുറ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 5ാമത് കേരള സ്റ്റേറ്റ് ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നോഗയിലും ജിയിലും 2 വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അരവിന്ദ് രാമനെ BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സജീവൻ, ജില്ലാ കമ്മിറ്റി അംഗം ഹരിപ്രസാദ്, മണ്ഡലം കമ്മിറ്റി അംഗം അശ്വിൻ എന്നിവർ പങ്കെടുത്തു. ഓണം ഗൃഹാതുരതയുടെ ആഘോഷമാണ്. പഴമ കൈവിടാതെ ഓണം ആഘോഷിക്കാം പഴമയ്ക്കൊപ്പം. ഓണമെന്നും ഗൃഹാതുരത്വം ഉണർത്തുന്ന ആഘോഷമാണ്. ഇക്കുറിയും പഴമ തെല്ലും ചോരാതെ ഓണം ആഘോഷമാക്കാം. ഓണം രുചികരമായി ആഘോഷിക്കാൻ പഴമയുടെ ഓണക്കിറ്റ് ഒരുങ്ങുന്നു.
ചേർപ്പ് കല്യാൺ കൃഷ്ണസ്വാമിയും കടലാശ്ശേരി കുട്ടേട്ടനും പാലക്കൽ രാജേട്ടനും പഴമയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന കായവട്ടൻ, കായ നാലുകീറി, ശർക്കര ഉപ്പേരി എന്നിവയ്ക്കൊപ്പം പെരുവനം മുരിയമംഗലത്ത് മനയുടെ കൗസ്തുഭത്തിന്റെ പുളിയിഞ്ചി കൊണ്ടാട്ടമുളകും, അവിട്ടത്തൂർ വെള്ളാംപറമ്പ് മനയുടെ നമ്പൂതിരീസിന്റെ കാളൻ വടുകപ്പുളി വെള്ളക്കറി, ചേലക്കര ആറ്റൂർ പെരുമങ്ങാട്ടുമന ചിത്രയുടെ കടുമാങ്ങ, പെരിന്തൽമണ്ണ ഏലംകുളം മനയുടെ ശ്രേഷ്ഠം വറുത്ത മാങ്ങ, തൈക്കാട്ടുശ്ശേരി മുല്ലമംഗലത്ത് മനയുടെ ഇതുമതി സാമ്പാർ പൊടി, കുന്നംകുളം പയ്യൂർ മനയിൽ നിന്നുള്ള ചമ്മന്തിപ്പൊടി, പെരുമ്പിളിശ്ശേരി പടിഞ്ഞാറേത്ത് മനയിൽ നിന്നുള്ള ജനനി കൈപ്പയ്ക്ക കൊണ്ടാട്ടം, പെങ്ങാമുക്ക് നമ്പീശന്റെ ശ്രീപദം ചട്നിപ്പൊടി, ഒപ്പം പഴമയിലെ നാടൻ പപ്പടവും പഴമ ഓണക്കിറ്റിൽ റെഡിയാണ്. പഴമയുടെ 2024 ഓണക്കിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴമയുടെ ഓണക്കിറ്റിലുള്ള ഐറ്റംസ് ഇതാണ്. എല്ലാം നമ്പൂതിരി ഇല്ലങ്ങളിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ഈ ചിപ്സൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. കായ നാലുകീറ്, കായവട്ടൻ, ശർക്കരപ്പേരി ഒക്കെ 250 ഗ്രാം ഉണ്ട്. പിന്നെ കാളൻ, ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, പുളിയിഞ്ചി, കടുമാങ്ങ, വടുകപ്പുളി വെള്ളക്കറി, പിന്നെ കൈപ്പക്കയുടെ കൊണ്ടാട്ടം, മുളകിൻ്റെ കൊണ്ടാട്ടം, വറുത്ത മാങ്ങ, ചട്നിപ്പൊടി, പിന്നെ നാടൻ പപ്പടം. ഇങ്ങനെ 14 ഐറ്റംസ് ഉള്ള കിറ്റാണ് പഴമയുടെ ഇത്തവണ. കിറ്റിന് വരുന്നത് വെറും 1000 രൂപയാണ് വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ നാട്ടിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ പുറമേക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിന് പുറമേക്കും ഇന്ത്യക്ക് പുറമേക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കിറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ 9 കിറ്റ് ഒരാൾക്ക് ഗിഫ്റ്റ് പാക്കായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആൾ ജർമ്മനിയിലുള്ള ആളാണ്, നാരായണേട്ടൻ. ആളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട്, നാട്ടിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ദിവസം ആൾക്കാർ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മളിവിടുന്ന് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാട്ടിൽ ഇല്ലാത്ത ആൾക്കാർക്ക്, ഇപ്പോൾ അച്ഛനമ്മയും നാട്ടിൽ ഒറ്റയ്ക്കാവും, മക്കൾക്ക് എന്തെങ്കിലും ഓണത്തിന് വിഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഓണക്കിറ്റും പഴമയിലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും കൊറിയർ വഴി ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. കേരളത്തിനുള്ളിൽ സെപ്റ്റംബർ 10 വരെയും കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് സെപ്റ്റംബർ 5 വരെയും വിദേശ രാജ്യങ്ങളിലേക്ക് ഓഗസ്റ്റ് 31 വരെയും ഓർഡറുകൾ ചെയ്യാം. ഓണം ഓർഡറുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കൂ. തിരുവോണ ദിവസം പാലട, പരിപ്പ്, പഴം, പായസം എന്നിവയും ഉണ്ടായിരിക്കും. മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ 9847466608 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പഴമയിലെ എല്ലാ വിഭവങ്ങളും പൂച്ചിനിപ്പാടം, തലോർ, നടത്തറ ഷോപ്പുകളിൽ ലഭ്യമാണ്. എല്ലാവർക്കും പഴമയോടെ ഓണം ആഘോഷിക്കാൻ പഴമയുടെ ഓണക്കിറ്റുകൾ തയ്യാറാണ്. ചേർപ്പ് പഞ്ചായത്ത് 21-ാം വാർഡിലെ അരവിന്ദ് രാമൻ 5ാമത് കേരള സ്റ്റേറ്റ് ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ആൺകുട്ടികളുടെ 54 കിലോ വിഭാഗത്തിൽ നോഗിയിലും ജിയിലും 2 വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. അരവിന്ദ് രാമനെ BJP ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഒല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയും ചേർപ്പ് ശ്രീശങ്കര വിദ്യാലയത്തിലെയും CNN സ്കൂളിലെയും പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. BJP ചേർപ്പ് മണ്ഡലം സെക്രട്ടറിയും ശ്രീശങ്കര ശിശുവിദ്യാലയ സമിതി സെക്രട്ടറിയുമായ ജയൻ പാറക്കോവിലിന്റെയും ഭുവനേശ്വരിയുടെയും മകനാണ്. ആദരണീയം ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രിയലത പ്രസാദ്, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എടയാപ്പുറത്ത്, രാമചന്ദ്രൻ മണിയാമ്പറമ്പിൽ, പ്രസാദ് പടിഞ്ഞേറപ്പുറയ്ക്കൽ, ബിജോയ് പെരുമ്പിളിശ്ശേരി, അശ്വിൻ ജയസൂര്യൻ, രാധാകൃഷ്ണൻ ചേനങ്ങത്ത്, മുരളീധരൻ മുരളീരവം, മനോഹരൻ തെക്കൂട്ട്, മധു പൂച്ചിനിപ്പാടം, മിനി തെക്കൂട്ട് എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി സെന്ററിൽ കാറും ബൈക്കും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഇന്നുച്ചയ്ക്ക് 2:30യോടെയായിരുന്നു സംഭവം. തൃപ്രയാർ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് പെട്ടി ഓട്ടോറിക്ഷയിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. കാലിന് ഗുരുതര പരിക്ക് പറ്റിയ പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറെ പഴുവിൽ കിഴവൻപറമ്പിൽ 44 വയസ്സുള്ള ബിജേഷ്, ബൈക്ക് യാത്രികനായ വാടാനപ്പള്ളി മാലിശ്ശേരി പറമ്പിൽ 23 വയസ്സുള്ള ഹുസൈൻ എന്നിവരെ ചേർപ്പ് ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പള്ളിപ്പുറം സാന്ത്വനം കൂട്ടായ്മയും പള്ളിപ്പുറം ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ PSC ക്ലാസുകളുടെ ഉദ്ഘാടനം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ നിർവഹിച്ചു.
ഗ്രാമീണ വായനശാല സെക്രട്ടറി KN ജയാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉഷസ് സുനിൽകുമാർ, അഖില ഷാജു, KS അജയൻ, PB സുധീർ എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ വിശുദ്ധ റപ്പായിൽ മാലാഖയുടെ 188ാം തിരുനാളിനോട് അനുബന്ധിച്ച് 5 മേഖലകളിൽ നിന്നുള്ള പദയാത്ര പള്ളിയിൽ എത്തിച്ചേർന്നു. മേഖലകളുടെ പതാകകൾ തൃശൂർ അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ഡൈജോ പുറത്തൂർ മേഖലാ കൺവീനർമാരിൽ നിന്ന് സ്വീകരിച്ചു. ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഫാദർ അൽജോ കാരക്കാട്ടിൽ, ഫാദർ ജിജോ തെത്തായി, ഫാദർ ഷിൻഡോ മാറോക്കി, ഫാദർ ആൽബിൻ ചുണ്ടേൽ, ഡീക്കൻ ഓണായി മണക്കുന്നേൽ, കൈക്കാരൻ പോൾ കുണ്ടുകുളം, ആന്റണി മണിച്ചാക്കു, റാഫി ചെമ്മണം, സിബി വല്ലച്ചറക്കാരൻ എന്നിവർ പങ്കെടുത്തു. തിരുനാളിനോടനുബന്ധിച്ചുള്ള 9 ആഴ്ചകളിലെ ചൊവ്വാഴ്ച ആചരണം 27 മുതൽ ആരംഭിക്കും. 10 മണിക്ക് ആഘോഷമായ പാട്ടുകുർബാനയ്ക്കും നൊവേനയ്ക്കും ശേഷം മാലാഖയുടെ പന്തൽ ഹാളിൽ 12 മണിയോടുകൂടി നേർച്ചൂട്ട് ആരംഭിക്കും. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ MDMA വേട്ട. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി കുന്നംകുളം കാണിപ്പയൂർ സ്വദേശി വിഷ്ണു, അടുപ്പൂട്ടി സ്വദേശി ശരത് എന്നിവർ പിടിയിലായി. സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. 50 ഗ്രാം MDMAയുമായി ഞായറാഴ്ച ഇളന്തുരുത്തിയിൽ നിന്നും മറ്റൊരു യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. കുന്നംകുളത്ത് 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെങ്ങാമുക്ക് സ്വദേശി 60 വയസ്സുള്ള അബൂബക്കറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൂലിപ്പണിക്കാരനായ പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തി വീട്ടിൽ അതിക്രമിച്ചു കയറി പെൺകുട്ടിയെ അതിക്രൂര ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നുവെന്നും സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികത തോന്നിയ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കടങ്ങോട് നീണ്ടൂരിൽ അമ്മയെയും മകളെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നീണ്ടൂർ തങ്ങൾപ്പടി കണ്ടരശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള രേഖ, മകൾ 10 വയസ്സുള്ള ആരതി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ രേഖയുടെ മാതാവ് സുമതിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് സുമതിയുടെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ, SI ജബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചെറുത്തുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം കാറിൽ കടത്താൻ ശ്രമിച്ച MDMAയുമായി യുവാക്കൾ പിടിയിൽ. ചെറുത്തുരുത്തി സ്വദേശികളായ മുഹമ്മദ് അലി, ഷമീർ, സിബിൻ, ഒളരി സ്വദേശി ജിത്തു എന്നിവരെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ പിടിയിലായത്. കാറിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളും പണവും പിടിച്ചെടുത്തു. ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. ചേർപ്പ് പൂത്തറയ്ക്കൽ മേലോത്ത് ചീനപ്പുള്ളി കുഞ്ഞിപ്പുറിഞ്ചു മകൻ 60 വയസ്സുള്ള ജോയ് നിര്യാതനായി. സംസ്കാരം പൂത്തറയ്ക്കൽ സെന്റ് റോക്കീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ചെറുശ്ശേരി ചിറയത്ത് രാമകൃഷ്ണൻ മകൻ 62 വയസ്സുള്ള രാജേഷ് നിര്യാതനായി. സംസ്കാരം നടന്നു. ഭാര്യ ജയ, മക്കൾ ശ്രീജിത്ത്, ശ്രീജേഷ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് നിരവധി ആളുകൾ. നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെർപ്പ് മേഖലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശോഭയാത്രകൾ നടന്നു. മാലിന്യമുക്ത പൊതു ഇടത്തിന്റെ ഭാഗമായി പാർലം ഗ്രാമപഞ്ചായത്ത് പൂത്രക്കൽ പാടത്ത് ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഫ്രാൻസ് പാപ്പക്കടവ് തീർത്തത് മറ്റൊരു പൂവസന്തം. വെങ്ങണിശ്ശേരി ശിവപുരം കോളനിയിൽ ഫ്ലക്സുകൾ മറച്ച കൂരയിൽ അവശനിലയിൽ കഴിഞ്ഞ ഷിനി എന്ന പെൺകുട്ടിക്കും അവരുടെ അച്ഛനും സുമനസുകളുടെ കാരുണ്യത്താൽ പുതിയ വീടൊരുങ്ങി. പാർലം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ രാജ്യസഭാംഗമായ പി സന്തോഷ് കുമാർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച് പണിയുന്ന മാതൃക അങ്കണവാടിയുടെ തറക്കല്ലിടൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.